രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചകളുടെ ചൂട് കൂട്ടുകയാണ്. ഒരു വൈറൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് നേതൃത്വമേ കണ്ണു തുറക്കൂ എന്ന വാചകത്തോടെ തുടങ്ങുന്ന ഈ തുറന്ന കത്ത് ഒരു സാധാരണ ഇടതുപക്ഷ പ്രവർത്തകന്റെ പേരിൽ എഴുതപ്പെട്ടതാണെങ്കിലും അതിന്റെ ഉള്ളടക്കം പാർട്ടിയുടെ അടിത്തട്ടിൽ പൊങ്ങിക്കിടക്കുന്ന അസ്വസ്ഥതകളുടെ പ്രതിഫലനമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ചുവപ്പ് കൊടിയെ നെഞ്ചേറ്റി വർഷങ്ങളോളം പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മനസ്സിലുള്ള ചോദ്യങ്ങളും വേദനയും തന്നെയാണ് ഈ കുറിപ്പിലൂടെ പുറത്തു വരുന്നതെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത്. പോസ്റ്റിന്റെ കേന്ദ്ര ആശയം വ്യക്തമാണ്. പാർട്ടി ഒരു പ്രസ്ഥാനം എന്ന ആശയം നഷ്ടപ്പെട്ടു, വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രീതിയിലേക്ക് നീങ്ങുകയാണെന്ന കടുത്ത വിമർശനം. നമ്മൾ എന്ന കൂട്ടായ്മയുടെ ആത്മാവിൽ നിന്ന് ഞാൻ എന്ന വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന രാഷ്ട്രീയ ശൈലിയാണ് ഇന്ന് പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നതെന്നാണ് കത്തിൽ പറയുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ പങ്കും പ്രസക്തിയും സംബന്ധിച്ച് കത്തിലുയരുന്ന ചോദ്യങ്ങൾ ശ്രദ്ധേയമാണ്. പാർട്ടിയുടെ ഉയർന്ന തലങ്ങളിൽ ഇരിക്കുന്ന പ്രമുഖ നേതാക്കൾ പോലും നിർണായക സമയങ്ങളിൽ ശബ്ദമില്ലാത്ത അവസ്ഥയാണോ എന്ന സംശയമാണ് എഴുത്തുകാരൻ ഉന്നയിക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതായും വിമർശനം ഉയരുന്നു. സ്ഥാനാർത്ഥി നിർണയ വിവാദങ്ങൾ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് പോസ്റ്റിന്റെ പ്രധാന ഹൈലൈറ്റ്. യുവ നേതാക്കളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതും ചിലർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതുമായ പ്രവണതകൾ പാർട്ടിക്കുള്ളിൽ അസന്തോഷം സൃഷ്ടിക്കുന്നുവെന്നാണ് വിമർശനം. ബന്ധുപക്ഷപാതം മുതൽ ഫേവറിസം വരെ ആരോപണങ്ങൾ ഉയരുന്നു. ജനകീയ അംഗീകാരം നേടിയ നേതാക്കളെ അവരുടെ ശക്തമായ മണ്ഡലങ്ങളിൽ നിന്ന് മാറ്റുന്നത് രാഷ്ട്രീയ തന്ത്രമാണോ അതോ വ്യക്തിപരമായ ഇടപെടലുകളാണോ എന്ന ചോദ്യവും കത്തിലുയരുന്നു. ഇത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുവെന്നും പോസ്റ്റ് സൂചിപ്പിക്കുന്നു. ഇടുക്കിയിലെ സ്ഥാനാർത്ഥിത്വ തീരുമാനങ്ങളും കത്തിൽ പരാമർശിക്കപ്പെടുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ മത്സരത്തിന് ഇറക്കുകയും മറ്റു ചിലരെ ഒഴിവാക്കുകയും ചെയ്യുന്ന സമീപനം ചോദ്യചിഹ്നമിടപെടുന്നു. ഇതിലൂടെ പാർട്ടിയുടെ തീരുമാനങ്ങളിലെ ഏകോപനവും സുതാര്യതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതേസമയം വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നുള്ള പുതിയ തലമുറയെ വളർത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്ന വിമർശനവും ഉയരുന്നു. സമരങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന പ്രവർത്തകർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന അസ്വസ്ഥതയും കത്തിൽ പ്രതിഫലിക്കുന്നു. നേതാക്കളുടെ അവഗണന. പാർട്ടിയുടെ മുഖമായി പൊതുവേദികളിൽ പ്രവർത്തിച്ചിരുന്ന ചില നേതാക്കളുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചും പോസ്റ്റിൽ കടുത്ത പരാമർശങ്ങളുണ്ട്. അവരുടെ അധ്വാനവും സംഭാവനകളും പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. സംഘടനയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളെ ഒതുക്കുന്ന പ്രവണതയാണോ നിലവിൽ നടക്കുന്നതെന്ന ചോദ്യവും കത്തിൽ ഉന്നയിക്കുന്നു. പാർട്ടി ഒരു കുടുംബമല്ല, അതൊരു പ്രസ്ഥാനമാണ്. ഈ ഒരു വാചകത്തിലാണ് പോസ്റ്റിന്റെ മുഴുവൻ സന്ദേശവും അടങ്ങിയിരിക്കുന്നത്. വ്യക്തിപൂജയും കുടുംബവാഴ്ചയും പ്രസ്ഥാനത്തിനകത്ത് ശക്തമാകുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയിലേക്ക് നയിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പോടെയാണ് ഈ തുറന്ന കത്ത് അവസാനിക്കുന്നത്. ഇതിനിടെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നതോടെ പാർട്ടി അനുകൂലികളും വിമർശകരും തമ്മിൽ ശക്തമായ വാദിപ്രതിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ പോസ്റ്റിലെ ആരോപണങ്ങളോട് ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ വൈറൽ കത്ത് ഒരു വ്യക്തിയുടെ വികാര പ്രകടനം മാത്രമാണോ, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ വളരുന്ന വലിയ അസ്വസ്ഥതയുടെ സൂചനയോ എന്നതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.